ഇപ്പൊ റസൂലുള്ളാഹിയുടെ ഈ ഈത്തപ്പഴം വിറ്റിട്ട് ഒരു കഥ പറയുന്നുണ്ടല്ലോ. അഥവാ ഒരേ ജിൻസിൽപ്പെട്ട സാധനങ്ങൾ പരസ്പരം ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യതയില്ലാതെ കൈമാറുന്നുണ്ടാവും. അപ്പൊ നമ്മള് എരിപവിയായ മാലുകൾ 8 ഐറ്റംസ് ഉണ്ടല്ലോ. ഉദാഹരണം ഈത്തപ്പഴത്തിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? ഉദാഹരണം ഞാൻ അജുവ എന്റെ കയ്യിലുണ്ട്, അത് കൊടുത്ത് ഞാൻ എന്ത് വാങ്ങുന്നു? ബറാരി ഈത്തപ്പഴം വാങ്ങുന്നു വെക്കുക ഉദാഹരണത്തിന്. അപ്പൊ ഈത്തപ്പഴം നമ്മൾ ഒരേ ജിൻസിൽപ്പെട്ട സാധനങ്ങൾ കൈമാറുമ്പോൾ തുല്യമായിട്ട് കഴിക്കുന്ന കൈമാറുന്നതാണ് അല്ലേ? അപ്പൊ എന്റെ കയ്യിൽ ഞാൻ 5 കിലോ കൊടുത്തെങ്കിൽ അവിടുന്ന് 5 കിലോ വാങ്ങണം, എന്താ 6 കിലോ എക്സ്ട്രാ വാങ്ങാൻ പറ്റൂല. അങ്ങനെ ചെയ്ത ഒരു ഈത്തപ്പഴത്തിന്റെ കഥ വന്നിരുന്നു. 2 പേര് ഞാൻ പറഞ്ഞു, 2 നാട്ടിൽ ഈത്തപ്പഴം. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? വിശ്വാസം അതാണ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. എന്ത് ചെയ്യാം? ഈ ഈത്തപ്പഴം ഉദാഹരണം അജുവ ഈത്തപ്പഴം നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം? 20 ദിർഹമിന് വെക്കുക ഉദാഹരണത്തിന്. എന്നിട്ട് ആ 20 ദിർഹം കൊണ്ട് എന്ത് വാങ്ങാം? അവിടെ പറഞ്ഞാൽ ഈത്തപ്പഴം വാങ്ങാം. സംഗതി ചെയ്തത് ഒന്ന് തന്നെയാണ്, റിസൾട്ട് ഒന്നാണ്, പക്ഷെ ചെയ്ത രീതികൾ രണ്ടാണ്. അതിൽ പറയുന്നവരൊന്ന് ഞാൻ ഏത് പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയട്ടെ, കാരണം അത് സൂക്ഷ്മതയുടെ ഭാഗമായിരുന്നു ഞാൻ പറയുന്നത്. ഒന്ന്, ഇടപാടിൽ ഷർത്ത് വെക്കുക എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? അക്തിൽ ഷർത്ത് വെക്കുക എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ദുരുപയോഗം ചെയ്തിട്ട് പ്രധാനമായിട്ട് പറയാനുള്ള അതാണ്. ഇടപാടിൽ ഷർത്ത് വെക്കുക. ഉദാഹരണം, തങ്ങളും സിനാനൊരു കച്ചവടം നടക്കുമ്പോൾ കച്ചവടത്തിന് ഈജാബും കബൂലും ഉണ്ടാവുമല്ലോ. അപ്പൊ സിനാൻ പറയുന്നു, ഞാൻ ഈ സാധനം നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വിറ്റു, പക്ഷെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോൾ എത്രയ്ക്ക് തരണം? 80 രൂപയ്ക്ക് തരണം നോക്കുക ഉദാഹരണം. അല്ലെങ്കിൽ 120 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കോളാം. അങ്ങനെ ആ ഇടപാട് അതിന്റെ പ്രശ്നമാണ്. നേരത്തെ ഇവര് തമ്മിൽ ഡീല് എന്താണ്? സിനാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, 100-ന് നോക്കാം, നമ്മൾ 120 പറഞ്ഞു. കച്ചവടത്തിന്റെ ഈ ഭാഗത്തുള്ള ഈജാബും കബൂലും ഒന്നും പറഞ്ഞില്ല. നേരത്തെ സംസാരിച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇടപാട് വേറെയായിട്ട് നടത്തി. അപ്പൊ അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്, ഫിഖിൽ നോക്കിയാൽ കാണാം. പക്ഷെ അതിനെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് മറ്റൊരു അഭിപ്രായം പറഞ്ഞാൽ, ഉറുഫിൽ ഒരു കാര്യം അറിയപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണം ഉറുഫിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചെയ്യുന്നല്ലോ, ബാങ്കിൽ നമ്മൾ ഇടപാട് ആരോടെ നടത്തുന്നത്? പേപ്പറിലൂടെ നടത്തുന്നത്. മുത്താക്കിയില്ലെങ്കിൽ പേപ്പർ കൊള്ളുവോ? എഴുത്തല്ല നടക്കുന്നത്. അപ്പോ അതിന് പറഞ്ഞത് വേറൊരു ഫിഖിന്റെ മാനദണ്ഡം പറഞ്ഞാല്, മുത്താക്കിദൈനി ചില നാടുകളിൽ ഉറുഫ് ശറഈനോട് എതിരാകാത്ത ഉറുഫിനെ എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം എന്നാണ് അല്ലെ? ശറഈനോട് എതിരാകാത്ത നാട്ടാചാരം നമ്മൾ പരിഗണിക്കണം എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ബാങ്ക് ഇടപാട് നടത്തുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് ഉറുഫാണ്. അപ്പൊ ആ ഉറുഫ് അനുസരിച്ച് അത് വാങ്ങുന്നുണ്ടാവും, പലിശയാവുമെന്നാണ് പറയാം. മറ്റേത് ശറഈന്റെ യഥാർത്ഥ വശം നോക്കിയാൽ ഫിഖ് പറയുന്നത് മുത്താക്കിദൈനി ഇടപാട് നടത്തുന്ന 2 ആളുകൾ തമ്മിൽ എന്ത് ചെയ്യണം? ഇടപാടിന്റെ ഈജാബിലും കബൂലും ഷർത്ത് വെക്കുക എന്നുള്ളതാണ്. തിരിഞ്ഞോ? 2 വിഷയങ്ങൾ അതിൽ പ്രധാനമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ശുദ്ധമാക്കാനാണ് നോക്കേണ്ടത്, അതിന് വേണ്ട വഴികളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വഞ്ചനയുടെ അല്ലെങ്കിൽ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഒരുപാട് ലിങ്കുകൾ ഉണ്ടാവും. ഏത് കോള പറഞ്ഞത്? ഇപ്പൊ നമ്മള് ഫോൺ കോൾ കൂടുതൽ പറയുന്നുണ്ടല്ലോ. എന്താണ് ഡയലോഗ്? ഒരു ഡയലോഗ് കൊണ്ടല്ല, അത് ശരിക്കുള്ള നിങ്ങളുടെ ഒരു ഡാറ്റ കൊടുത്താൽ, ഉദാഹരണം ഇപ്പോ എന്റെ ഒരു ആധാർ കാർഡിന് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഇപ്പൊ നിങ്ങൾക്ക് അറിയാതെ നമ്മൾ കുറെ കോൾ ചെയ്തില്ലേ, ഞങ്ങൾ ഇന്ന കമ്പനിയിൽ നിന്നാണ്, ഇന്നതാണ്, അത് നമ്പർ എവിടെ കിട്ടി? ഉദാഹരണത്തിന് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ എക്സ്ട്രാ കോപ്പി വാങ്ങിയിട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ അവര് ഇന്റെ ഡാറ്റകൾ ഒരു കമ്പനി ഞാൻ കൊടുത്ത ഒരു ഡാറ്റയ്ക്ക് കിട്ടുന്ന ഫണ്ട് ഇപ്പൊ എത്രയാണ് അറിയില്ല. ഒരു ഡാറ്റയ്ക്ക് 1 രൂപയാണ്, ഒരു നമ്പറിന് 1 രൂപയാണ്. ഒരു 10 ലക്ഷം നമ്പർ കൊടുത്താൽ എത്ര കിട്ടും? ഡാറ്റ കച്ചവടം അത് വേറെ നടത്തുന്നുണ്ട്. ഏകദേശം ഇതിന്റെ ഇപ്പൊ ബോസിനൊക്കെ ഫോണെടുത്ത് ഇതൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നത്. അത് കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, കാണിക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടതിപ്പോ എന്റെ പറയുന്നത് ബാക്കിയുള്ളത് അവൻ പറഞ്ഞൊരു കാര്യം തന്നെ പറയണത്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പൈസ അത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ആവശ്യമില്ലാത്ത പൈസ ആയിരിക്കണം. താങ്കൾ പറഞ്ഞ പോലെ അത്യാഗ്രഹം ആപത്ത് ചെയ്യും ഈ വിഷയത്തിൽ. പിന്നെ ഉള്ളത് ഇന്നത്തെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് പോയി എന്താ കിട്ടിയെന്നാണെങ്കിൽ ചോദിക്കാം. ഏറ്റവും സെക്യൂർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാൻ പറ്റും, ഇത് കണക്ട് ചെയ്താൽ കാണിച്ചു തരാം. ഞാൻ ഇതിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഗതി ചെയ്തിട്ട് ഇതിന് സോഴ്സുകൾ ഉണ്ട്. ജസ്റ്റ് ബേസിക്കലി ആയിക്കാണ്ട് പഠിക്കാൻ
പറ്റിയ ചാനലാണ്. ഞാൻ തിങ്ക് സ്കൂൾ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഓരോ വിഷയത്തിന് കേസ് സ്റ്റഡീസ് ചെയ്യാൻ കൂടുതൽ ഓരോ കമ്പനികളുടെ IPO, മറ്റു വിഷയങ്ങൾ, ടാക്സേഷൻ, മറ്റു വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ മലയാളത്തിൽ നല്ല ഷാരിഖ് ശംസുദ്ദീൻ പറഞ്ഞ ഒരു ചാനലുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല, ഇപ്പോൾ നല്ല ഇങ്ങനത്തെ വിഷയത്തിൽ നല്ല ഫാക്കൽറ്റിയാണ്. പക്ഷെ എനിവേ നമ്മളൊരാള് പല ഫാക്കൽറ്റികളെ കിട്ടും. ഇപ്പൊ ഷാരിഖ് ശംസുദ്ദീൻ നല്ല ട്രസ്റ്റിലേക്കാണുള്ളതാണ്. ചിലത് പറഞ്ഞാല് പ്യൂർലി നമ്മളെ നേരം ഏതെങ്കിലും കിണി കൊണ്ടുപോയി ചാടിച്ചു, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഷാരിഖ് ശംസുദ്ദീൻ്റെ തന്നെ കാണും, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതെ ഇരിക്കണം. ഞാനത് കാണുമ്പോൾ തന്നെ അതിലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഇസ്ലാമിക മാനങ്ങള് എത്രത്തോളം അതിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് ഓപ്ഷൻസ് കുറെ ഉണ്ട് നമുക്ക്. ട്രേഡിങ് ഓപ്ഷൻ തന്നെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ഉണ്ട്. ശംസുദ്ദീൻ്റെ പറഞ്ഞാൽ തന്നെ മൂപ്പരനെ ഇത് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ട്രേഡിംഗ് നോക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് വെച്ചാൽ അവർക്കൊരു 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവരത് കമ്പ്യൂട്ടറിലിട്ടിട്ട് ട്രേഡിങ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ അപ്രോക്സിമേറ്റ് പറയുള്ളൂ കേട്ടോ. കാരണം എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡിങ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ ഒരിങ്ങനെ പറയാം. വെച്ചാൽ ഇത്ര വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കമ്പനി ഇത്ര പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്, അത് വെച്ചിട്ട് ഭാവിയിൽ പ്രോഫിറ്റ് ആയിരിക്കും, എന്തെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ പല ട്രേഡിങ്ങിനുള്ള ഓപ്ഷൻസ് ഇന്ന് നമ്മുടെ കാലത്തുണ്ട്. പിന്നെ നമ്മൾ മലയാളികൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എല്ലാവരും പിരിയുമ്പോഴാണ് നമ്മളവിടെ എത്തുക. നമ്മൾ ട്രേഡിങ് പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ മലയാളികൾ തുടങ്ങുന്നപ്പോൾ എല്ലാവരും അവിടുന്ന് ക്രിപ്റ്റോ കറൻസി പിന്നെ ഫോറക്സ് അങ്ങനത്തെ ഭാഗത്തിൽ ഈ കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തുടങ്ങി. അതിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ മാർക്കറ്റ്സ് എക്സ്ചേഞ്ചസ് പറയുന്നത് പറഞ്ഞ NSE BSE പറഞ്ഞില്ല. അതുപോലെ നമുക്ക് എന്തൊക്കെ ഫോറിനിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, US-ലെ NYSE അല്ലെങ്കിൽ നാസ്ഡാക്കിലൊക്കെ നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്രോക്കർ ചാർജ് അങ്ങനത്തെ ചാർജുകളും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫോറിൻ കൺട്രിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് ബ്രോക്കർമാർ ഇഷ്ടം പോലെ ഇപ്പൊ അവൈലബിൾ ആണ്. ഈ പറയപ്പെട്ട ബ്രോക്കർമാർ പലതും ഫോറിൻ എക്സ്ചേഞ്ചിലുണ്ട്. പക്ഷെ ഇൻ കേസ് ഫോറിൻ എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണല്ലോ, ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അതിൻ്റെ പറ്റി ലയബിലിറ്റീസ് എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്ക് കേസ് ഒരിക്കലും മുന്നോട്ട് പോകാം. നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് നിലവിൽ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നത് ഇന്ത്യയിലുള്ള സ്റ്റോക്കുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഫോറിൻ ഇല്ലീഗലാണ്. അപ്പോൾ ഗുജറാത്തിൽ ഞാൻ നേരത്തെ മുന്നേ പ്രൊജക്റ്റ് ആയിക്കാണ്ട് വരുന്നുണ്ട്. ഗുജറാത്തിൽ നല്ല ഇൻഡസ്ട്രിയൽ സിറ്റി ഒന്ന് നല്ല വലിയ ഇൻഡസ്ട്രി, അപ്പം അതിൽ ഇന്റർനാഷണൽ സ്റ്റോക്സ് ഒക്കെ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഏതൊക്കെ കമ്പനികൾ നോക്കണമെന്നാണെങ്കിൽ നിഫ്റ്റി സെൻസെക്സ് എന്നുണ്ടാവും. നിഫ്റ്റി പറഞ്ഞാൽ NSE-ന്റെ കീഴിലുള്ള ടോപ്പ് 50 കമ്പനീസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക NSE-ന്റെ കീഴിലുള്ള. പിന്നെ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ BSE-ന്റെ ലിസ്റ്റിലുള്ള ടോപ്പ് 30 കമ്പനീസാണ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടോപ്പ് ആയിക്കാണ്ട് നിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവും, കൂടുതൽ ഷെയർ വാല്യൂ മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനി. ഈ കമ്പനികളുടെ ഡ്രോപ്പ് ആൻഡ് ലോസ് ആൻഡ് പ്രോഫിറ്റ് ആയിരിക്കും നിഫ്റ്റിയിലും സെൻസസിലും കൂടുതലെടുത്ത് കാണിക്കുക. കൺക്ലൂഡ് ചെയ്ത് കണക്കാൻ തോന്നുന്നില്ല. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിനാകെ മൊത്തം ടോട്ടലായിട്ട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഒരു പാർഷ്യൽ ആയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന സാധനം സ്റ്റോക്ക് മാർക്കറ്റാണ്. പാർഷ്യൽ ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, പക്ഷേ നമ്മുടെ സമയം നഷ്ടമാണ്. പിന്നെ നമ്മൾ ഭയങ്കര പൈസയോട് അത്യാവശ്യമുള്ളവരായി തീരും. നിങ്ങൾ അങ്ങനെ ആവാനും പാടില്ല. ഏറ്റവും നല്ലത് നിങ്ങൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാതിരിക്കലാണ്. പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു സെറ്റിൽമെന്റ് ആണല്ലോ, അല്ലേ? റിട്ടയർമെന്റ് പ്ലാനും ആണല്ലോ. അതിനുവേണ്ടി നിങ്ങൾക്ക് വരുമാനം എന്നാണോ വന്നു തുടങ്ങുന്നത് അന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനമാണ് മ്യൂച്വൽ ഫണ്ട്സ്. നിങ്ങൾക്ക് എന്ന് വരുമാനം വരും, വരുമാനം പറയുന്നത് 10,000 20,000 ശമ്പളം വാങ്ങുന്നില്ല കേട്ടോ. ഒരു മാസം ഒരു 100 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ചെയ്യാം. മിച്ചം വരുന്നുണ്ടെങ്കിൽ തിരിഞ്ഞോ, മാസം 100 രൂപയെങ്കിൽ 100 രൂപ 10 വർഷങ്ങളോളം ചെയ്യണമെന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുള്ള കുറെ കാലം. ഇത് തന്നെ ഒരു വർഷത്തിനുള്ള മ്യൂച്വൽ ഫണ്ട് പിൻവലിച്ച എക്സിറ്റോടോ അപ്പോൾ അവരായി പൈസയൊക്കെ ഫൈനൊക്കെ വാങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് മ്യൂച്വൽ ഫണ്ട് ചെയ്യാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സൂക്ഷ്മത എന്ന നിലയ്ക്ക് വേണ്ടത് നിങ്ങൾ ഏത് കമ്പനി ഇടുന്നു എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ആപ്പ് എടുത്ത് നോക്കിയാൽ അവർ എവിടെയൊക്കെ ഉദാഹരണം നിപ്പോൺ ഇന്ത്യ
നിലവിൽ മൊത്തം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ശ്രദ്ധിക്കപ്പെടുന്ന 3 കമ്പനിയിൽ ഒന്ന് നിപ്പോൺ ഇന്ത്യ, പിന്നെ ഒന്ന് കോഡ്കോം അങ്ങനത്തെ ഉണ്ട്, പിന്നെ ഒന്ന് നമുക്ക് പറ്റുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ടോട്ട് ഒരു ഫണ്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നോക്കിയാല് ഇപ്പൊ നിപ്പോൺ ഇന്ത്യയിൽ നോക്കിയാൽ അവര് റിയൽ എസ്റ്റേറ്റ് ഇടുന്നുണ്ട്. അവരെ ഫണ്ട് ഇപ്പൊ നമ്മളിന് പൈസ വാങ്ങി അവർ ഇടുന്നത് റിയൽ എസ്റ്റേറ്റിൽ ഇടും. പിന്നെ വേറെ എന്താ മെഡിക്കൽ ഫീൽഡിൽ ഇടുന്നുണ്ട്, അങ്ങനെ മെഡിസിൻസിന് അങ്ങനെ പൈസ പല മേഖലയ്ക്ക് ഇവർ ചെയ്യണമെന്ന് നമ്മളെ പൈസ വാങ്ങും. നമ്മളെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ പൈസ ഇപ്പോൾ എന്ത് ചെയ്യും, പല സോണുകളിൽ ഇവർ കൊണ്ടിടും. അതിനുള്ള കമ്മീഷനാണ് അവർ വാങ്ങുന്നത്. അത് 100 രൂപയ്ക്ക് 50 പൈസയൊക്കെ വാങ്ങുള്ളൂ, അല്ലെങ്കിൽ ഒരു 9-10 പൈസ അതിനൊക്കെ വാങ്ങുന്നുള്ളൂ. അപ്പൊ ഇവർ എവിടെയാണ് ഇടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ടാറ്റ എന്നുള്ളത് രത്തൻ ടാറ്റ ഉള്ളിടത്തോളം കാലം കുറച്ചൊക്കെ സേഫ് ആയിരുന്നു. പുതിയ CEO എങ്ങനെയാണെന്ന് അറിയില്ല. രത്തൻ ടാറ്റ അവര് 60% എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരായിരുന്നു? ടാറ്റ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മൈക്രോസോഫ്റ്റും ഒരു വിധത്തിൽ അങ്ങനെയാണ്. മൈക്രോസോഫ്റ്റിന് അങ്ങനൊരു കഥ ഉണ്ടല്ലോ. മൈക്രോസോഫ്റ്റ് ഒരു സ്കൂൾ ഇവിടെ പഠിക്കുന്ന ഒരു പേര്, മൈക്രോസോഫ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് ഉടമനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ഓരൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഞാൻ പഠിച്ചിടത്തോളം മനസ്സിലായത് കുറച്ചൊക്കെ ഒരു മാന്യത കീപ്പ് ചെയ്യുന്ന കമ്പനി ടാറ്റ, രത്തൻ ടാറ്റ ഉള്ളിടത്തോളം കാലം. ഇനി എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ കമ്പനി തിരഞ്ഞെടുക്കാം, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഡെമോയിൽ കാണിക്കാൻ വേണ്ടി കാണിച്ചു, അവർ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ തന്നെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അതിനെ നോക്കാൻ കഴിയുള്ളൂ. അവർ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിലിങ്ങനെ എനർജി ഉണ്ട്, പിന്നെ മെഡിസിൻ ഉണ്ട്, പിന്നെ ഈ പെയിന്റുകൾ ഉണ്ട്, ഇവൻ നമ്മളെ മലഞ്ചരക്ക് വ്യാപാരത്തിൽ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടീംസ് ഉണ്ട് അവിടെ അതിൽ. അപ്പൊ അവർ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യണം നോക്കുക, അത് നമുക്ക് പറ്റുന്ന സാധനങ്ങൾ നോക്കുക, റെക്കോർഡിക്കലി നമ്മൾ അതിലിടുക. അപ്പൊ ഉദാഹരണത്തിന് ആ ഫോണൊന്നുമില്ല, ഫോണിലൂടെ വേറെ ആവുന്നില്ല, നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നെറ്റ് കണക്റ്റഡ് അതിൽ ആപ്പ് ഉണ്ടോ? ഉദാഹരണത്തിന് വൈറ്റോസ് 3 ആപ്പുകളാട്ടെ ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഗ്രോ, പിന്നെ അപ്സ്റ്റോക്സ്, പിന്നെ സെറോദയ്ക്ക് കോയിൻ ആപ്പ് ഉണ്ട്. ഉദാഹരണം അപ്സ്റ്റോക്സിൽ ഞങ്ങൾ പോയാൽ നമുക്കവിടെ കാണില്ല, നല്ല അപ്സ്റ്റോക്സിൽ പോയാൽ ആപ്പ് നമ്മൾ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കയറിയാൽ എല്ലാ ആപ്പിലും ഉണ്ടാവും കേട്ടോ. അപ്സ്റ്റോക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രോ ആണ്. അപ്സ്റ്റോക്സ് കുറച്ച് ഒരു മിഡീവൽ ആണ്. പിന്നെ സെറോദ ഭയങ്കര ഒരു ഒഫീഷ്യലാണ്. ഓരോ ചില ടൈംസ് നമ്മൾ മനസ്സിലാവില്ല, നമ്മൾ അറിയാതെ ചിലപ്പോൾ നമുക്ക് പോകും, പൈസ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു നല്ല വിശ്വസ്തനാണ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് നിപ്പോണിന്റെ എടുത്തു, അവിടെ കാണില്ല കേട്ടോ, അവിടെ പറയാം. നിപ്പോണി ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കിയാൽ 3 ഐറ്റം കാണാം: സ്മാൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നുള്ളത്. സ്മാൾ ക്യാപ്പ് ഏറ്റവും റിസ്ക് ഉള്ള സാധനമാണ്. അത് അവർ തന്നെ കാണിക്കും ഏറ്റവും റിസ്ക് ഉള്ള സാധനം. ഇപ്പൊ ഇതിന് ഞാൻ നിപ്പോണിന്റെ സ്മാൾ ക്യാപ്പ് എടുത്തു. അതെടുത്തു കഴിഞ്ഞാല് അതിൽ പിന്നെ കാണിക്കുക റിട്ടേൺ ബേസ് കാറ്റഗറി. റിട്ടേണിന്റെ ഒരു ഹൈ ആണ്, ഹൈ റിട്ടേൺ തരുന്നതാണ് അവർ പറയുന്നത്. റിസ്ക് കൊടുക്കുന്നത് എബവ് ആവറേജ് ആണ്. ആ ഫണ്ടിന്റെ റേറ്റിംഗ് 5 സ്റ്റാർ ആണ്. അതോടെ പോകണം ഡാറ്റ ഫുൾ ഇതിലുണ്ടാവും. എന്നിട്ട് നമ്മളിത് എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ കൂടെ റിട്ടേൺസ് കാൽക്കുലേറ്റർ എടുക്കുക. ഉദാഹരണത്തിന് 100 രൂപ വെച്ചിട്ട് ഒരു വർഷം ഞാൻ ഇട്ട, ഒരു വർഷം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? 1200 രൂപ. അപ്പൊ ലാഭം കുറയുള്ളൂ. 1239 ആണെങ്കിൽ തിരിച്ചുണ്ടാവുക. അതേ ഞാൻ 3 വർഷം ഇട്ടാല് 3600 രൂപ ഇട്ടുണ്ടാവും. 3600 ഇട്ടാ ഏകദേശം റിട്ടേൺ 5129. അത് ഞാൻ 5 വർഷം ഇട്ടാല് 6000 14,000 ആവും. 10 വർഷം ഇട്ടാല് 12,000 41,000 ആവും. ഇത് 100 രൂപയുടെ കേസാട്ടോ. ഈ ഉദാഹരണത്തിന് ആ 100 മാറ്റിയിട്ട് ഉദാഹരണം ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എത്രയായിരിക്കും? ഓരോരുത്തർ പറയും 1000. ഇപ്പോഴല്ല, ഒരു ജോലി കിട്ടിയാല് പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് സേവിങ്സ് എത്ര ശതമാനം വെക്കണമെന്ന് പറയുന്നത്? 20% സേവിങ്സിന് മാറ്റി വെക്കണമെന്നല്ലേ എക്കണോമിക്കലി പറയുന്നതായിട്ട്. ഫിനാൻഷ്യലി പറഞ്ഞാൽ 20% തോന്നുന്നുണ്ട്. 20,000-ന്റെ എത്ര ശതമാനം? 5000. കാക്കന്മാരില്ലേ 25%. അപ്പൊ 4000, 20% അല്ലേ? അപ്പൊ 20,000 ശമ്പളം വാങ്ങണമെങ്കിൽ 4,000 രൂപ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സേവ് ചെയ്യണം എന്നാണ്. അതായത് 4,000 വെച്ചിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ 10 വർഷത്തിൽ ഞാൻ ഇടുന്ന സംഖ്യ എത്രയാണെന്ന് അറിയോ? 4,80,000 ഇൻവെസ്റ്റ് ആയിട്ടുണ്ടാവും 10 വർഷം.
എൻ്റെ റിട്ടേൺ 16 ലക്ഷം ഏകദേശം റിട്ടേൺ കേട്ടോ. ഈ പറയുന്ന ഒരു 4 ഇതന്നെ ഗോൾഡ് കിട്ടാൻ റിട്ടേൺ 8 ലക്ഷം, FD കിട്ടാൻ കിട്ടുന്നത് 6 ലക്ഷം. ഇതൊക്കെ ആവറേജ് കണക്കാണ്. പിന്നെ കമ്പനികൾ നോക്കുമ്പോൾ കമ്പനികൾ കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മൾ ടേംസ് കുറേ ഉണ്ടാവും. അപ്പൊ ടേംസ് തിരിയാനാണെങ്കിൽ ജസ്റ്റ് ടേം കണ്ടാല് നേരെ ആ ടേം വാക്ക് മാത്രം തന്നെ യൂട്യൂബ് അടിച്ചാൽ മതി. യൂട്യൂബ് അടിച്ചാല് ഇപ്പൊ നല്ല ചാനല്, ചില TEDxന്റെ ചാനൽ അതിന് ആനിമേഷനായി വരുന്ന ചില വിഷയങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ചില ചാനലുകളിൽ ഹ്രസ്വമായിട്ട് സിമ്പിളായിട്ടാണ് അവതരിപ്പിക്കുന്ന വിഷയം ഉണ്ടാവും. അങ്ങനെ എടുത്തേക്കുന്ന ഓരോ ടേമും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഏത് രീതിയിലുള്ള കമ്പനികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ കമ്പനികളെ പറ്റി കേസ് സ്റ്റഡി, കമ്പനികളെ പറ്റി കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നോക്കാം. അഥവാ ആ കമ്പനിയിൽ കോമ്പറ്റീഷൻ എങ്ങനെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ആ കമ്പനിയുടെ അതോറിറ്റി ആരാണ്, ആ അതോറിറ്റി കൊടുക്കുന്ന രാഷ്ട്രീയ, ആ കമ്പനി നിലനിൽക്കുന്ന രാജ്യത്ത് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എന്താണ്, ഇങ്ങനത്തെ ഓരോ വിഷയം ആ സ്റ്റോക്കിനെ ബാധിക്കും. അപ്പോൾ ഒരു കമ്പനി, മിക്കവാറും നല്ല കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആ രാജ്യത്തിന് ഭരണാധികാര മൂടുന്നാക്കി നടക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ആ വിഷയത്തിൽ പലപ്പോഴും സേഫ് ആയിക്കാറും. പക്ഷെ നമ്മൾ ഒരിക്കലും നേരെ ഇപ്പൊ പറയപ്പെടാറുണ്ട് EV ഇൻഡസ്ട്രിയാണ് ഇപ്പൊ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ EV നിലനിൽക്കുമെന്ന് നമ്മൾ ഇൻസൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസൈറ്റ് അനുസരിച്ച് EV ഇൻഡസ്ട്രിയിൽ, ബാറ്ററി മേക്കിംഗ് അങ്ങനത്തെ ഇൻഡസ്ട്രിയില്ല. അതേ നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രി ഡിമ്മായി പോവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഷെയർ വിൽക്കുക. ഷോർട്ട് ടേം പെട്രോളിയം കമ്പനി ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ അതിലിടാൻ നിൽക്കുക. അപ്പൊ നമ്മൾ ഓരോ കമ്പനികൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ കമ്പനി എങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നു, ആ രീതിയിലൊക്കെ നമ്മൾ വേണം. അപ്പൊ ഭരണമാറ്റങ്ങൾ ഇപ്പൊ പല കമ്പനികളും നല്ല ഹൈ സ്റ്റോക്ക് ഉള്ളത് നല്ല ലോ ആയിട്ടുണ്ട്, താഴത്തുള്ള നല്ല പൊന്തിക്കുന്നത്. ഇപ്പോ അമേരിക്കൻ അനുസരിച്ച് ഇപ്പൊ കാര്യമായിട്ട് വരെ ഇന്തോ ചൈന വാറ്, റഷ്യ ചൈന അമേരിക്ക വാറ്. അപ്പൊ ഈ അമേരിക്കന്റെ ഇമ്പോസിഷൻസ് ഉണ്ടാവും. അമേരിക്ക പല റെഗുലേഷൻസും പല വിഷയത്തിലും രാഷ്ട്രീയ പൊളിറ്റിക്കലി കണ്ട് നടത്താറുണ്ട്. അപ്പൊ അമേരിക്ക നടത്തുന്ന പൊളിറ്റിക്സ് ഇപ്പോഴും അമേരിക്കയാണ് ഇപ്പൊ ഏകദേശം അപ്പൊ അതിൻ്റെ നേരെ റഷ്യയിലേക്കും ചൈനയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത് വിനിമയം നടത്തുന്ന ലോക വിനിമയം നടക്കുന്നത് കൂടുതലായിട്ട് ഡോളറിലാണ്. ഡോളർ ഇപ്പൊ നേരെ യുവാന് ആ രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നമ്മൾ ഏത് രാജ്യം ഏത് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ കമ്പനി ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ റിസോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് ആ കമ്പനി ഇപ്പോൾ മാനുഫാക്ചറിങ് ഏത് റിസോഴ്സസ് ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നത്, പിന്നെ ആ കമ്പനിയുടെ രാഷ്ട്രീയ നിലപാടുകൾ അത് എങ്ങനെ രാഷ്ട്രീയം സ്വാധീനിക്കുന്നു, ഈ വിഷയങ്ങൾ കണ്ടിട്ട് വേണം നമ്മൾ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ. മറ്റേത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അഥവാ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കയറി വരും. അഥവാ നമ്മളിപ്പോ ഇതിപ്പോ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്, അതായത് ഇപ്പോൾ ഉള്ള ഗ്രോത്ത് അനുസരിച്ചുള്ള കാൽക്കുലേഷൻ കാണിച്ചത്. അപ്പൊ ഇത്ര ശതമാനം ഗ്രോത്ത് ഇപ്പൊ ഉണ്ട്. അപ്പൊ ആ ഗ്രോത്ത് കൂടി തുടരുകയാണെങ്കിൽ ഇപ്പൊ 5000 ഇട്ടു, 5000 ഇട്ടാല് 5%, 10%, അങ്ങനെ 100% ഗ്രോത്ത്, അങ്ങനെ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ അതേ തുടർച്ച വരുന്നുണ്ടെങ്കിൽ അത് ഹൈ ആണ്. ഇപ്പൊ അതില്ല, മൈനസിനാണ് ഗ്രോത്ത് പോകണമെങ്കിൽ 5000 പോയി. പിന്നെ നമ്മൾ ഇടുമ്പോൾ ഷെയറുകൾ, ഇക്വിറ്റി ഷെയർ, മറ്റ് പല കോലത്തിലുള്ള ഷെയറുകളാണ്. അപ്പൊ ആ ഷെയർ ഇതിലൊക്കെ പഠിച്ചില്ല, ഷെയറുകളെ പറ്റി എക്കണോമിക്സ്, അക്കൗണ്ടൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടോ. അപ്പൊ ഷെയറുകൾ സേഫ് ആയിക്കാണ്ടുള്ളതായിട്ട് സേഫ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പൊ ഇക്വിറ്റി ഷെയർസ് നോക്കിയാണ്ടില്ല. അപ്പൊ ഒരു കമ്പനി ഡയറക്റ്റ് അസറ്റിൽ പോയിക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അത് പല വഴിക്കും പോകും. അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ അസറ്റിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ ആ കമ്പനിക്ക് വേറെ ബ്രോക്കർ പൈസ അങ്ങനെ പോകുമ്പോൾ ഒരു പല ഏരിയകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യും. ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ നമുക്ക് പൈസ വെറുതെ തരില്ല. കാരണം ഓരോ ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോക്കെ നല്ല ലാഭമാണ്. ഓരോ കാര്യത്തിലും ഓരോ കൃത്യമായ തന്ത്രം, ഓരോ ഐഡിയക്ക് പുറത്താണ് ഒരു ചെയ്യുന്നവ. അത് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പൈസ കിട്ടാന്നാണ് ബേസിക്കലി ഒരാൾ IPO രജിസ്റ്റർ ചെയ്യാൻ, കമ്പനി IPO രജിസ്റ്റർ ചെയ്യാന്നാണ്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിഷയം ഇപ്പൊ നമ്മൾ ബാങ്കർ സ്റ്റോക്ക് ആയി കാണുന്നു. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഇപ്പം പല കച്ചവടം ബിസിനസ്സുകളൊക്കെ ഉണ്ട്, പുതിയ ട്രെൻഡുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ സൈഡേക്കാണ് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ IPO അതിൽ പോയി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മൾ ട്രെൻഡ് പല പത്രത്തിൽ നോട്ടീസ് ഒക്കെ വരും, ഇന്ന ആളെങ്കിൽ മറ്റാളെങ്കിൽ നടക്കുന്നില്ല, മാർക്കറ്റ് തുടങ്ങി ബിസിനസ് തുടങ്ങുന്നുണ്ട്.
അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ ഹോൾഡർ ആവാം, ഇത്ര അങ്ങനെ പറഞ്ഞാലുണ്ടാവും. അപ്പൊ അതും IPO രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൂ, അതും ഒരു കൈൻഡ് ഓഫ് ഷെയർ, ഇതൊക്കെ ബേസിക്കലാണ്. അപ്പൊ ഒരു ബേസിക് ലിമിറ്റ്, ആ ലിമിറ്റിന്റെ മുകളിൽ പോകുമ്പോഴാണ് IPO രജിസ്റ്റർ ചെയ്താൽ പബ്ലിക്കായി കണ്ട് പോവുക. അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യണം. ഇപ്പൊ നമ്മൾ സ്റ്റോർ എടുക്കുകയാണ്, സ്റ്റോർ എടുക്കുമ്പോൾ 14 ഷെയർ കൂടുന്നത്, അത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ചെറിയ വേർഷനാണ്. അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയി കാണാൻ. ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നിരീക്ഷിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നല്ലത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ എക്സ് കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് അതിൽ ട്രെൻഡിങ്ങിന്റെ സെഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് കാണാം പല കമ്പനികളും പല വിഷയങ്ങളും എന്തൊക്കെയാന്നുള്ളത്. നമുക്ക് അപ്പത്തെ രാഷ്ട്രീയമായി എങ്ങനെയാണ് കുത്തി നിൽക്കുന്നത്. ഇപ്പൊ കൊക്കക്കോള, മെക്ഡൊണാൾഡ്, മറ്റേ സ്റ്റാർബക്സ് പലസ്തീൻ വിഷയത്തിന് പറ്റ ഡിമായി പല ഫ്രാഞ്ചൈസികൾ വരെ പൂട്ടി പോകേണ്ടി വന്നു. ഇതൊക്കെ ആ ഒരു കമ്പനിക്കെതിരെ ഒരു വികാരം പുറപ്പെടുമ്പോൾ ആ കമ്പനി ഡിമ്മാവും. പക്ഷെ അത് തിരിച്ച് കയറും. ചിലർ കയറിയില്ല, കൂട്ടിപ്പോയി തരും. കൂട്ടിപ്പോയാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമ്മളെ കാര്യം പോയി. അപ്പോൾ ഓരോ നമ്മൾ കൃത്യമായിട്ട് ഒരു കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലോങ് ടേം ആയിക്കാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ആയാലും പിന്നെ അത് റിസ്ക്, അത് ലേബിലിറ്റി. ഇതിങ്ങനെ തിയറി പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കൽ കാണിച്ചാൽ അത് നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ധാരണ വരുള്ളൂ. ഇതിൽ പറയാനുള്ളത് നേരത്തെ ശ്രദ്ധിക്കാന്നുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഒന്ന് ബൈക്കിന്റെ ഭാഗം ശ്രദ്ധിക്കണം, സക്കാത്തിന്റെ ഭാഗം ശ്രദ്ധിക്കണം, വക്കാലത്ത്, പിന്നെ മുആമലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ബാബുകളും അതിന്റെ ഷർത്തുകളാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ബാക്കി പിന്നെ ഏതെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കൽ സെഷൻ വേണമെങ്കിൽ സഫീർ ഉണ്ടാവുകയും ചെയ്യുന്നതാണല്ലേ. അങ്ങനെ ഈ ആപ്പുകളുടെ പ്രാക്ടിക്കൽ സെഷൻ വേണമെങ്കിൽ വേറെ ദിവസം വെച്ചിട്ട് ചെയ്യിപ്പിക്കുക ചെയ്താൽ നന്നാവും. കാരണം വെച്ചാൽ ഇത് നമ്മളറിയാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടോ. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വിഷയം കേട്ടോ, തൊയ്യബ് കിട്ടുന്നത് എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. തൊയ്യബായ സാധനം ഇതിലൂടെ കിട്ടുമെന്ന് ഉറപ്പ് തരാൻ സാധ്യമല്ല. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ തൊയ്യബായ സാധനം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഹദീസിൽ തന്നെ ഉണ്ടാവും, അവസാനം ആറാമത് കിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കാനുള്ള വിഷയമാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ വിഷയം ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് റേഷൻ വാങ്ങുന്ന വീട്ടിൽ നിന്ന് റേഷൻ വാങ്ങുന്ന ആൾക്കാരില്ലേ, ഉണ്ടോ? അതിൽ തൊയ്യബുണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? ബ്രൂവറി വരുന്നുണ്ട്, ബെബ്കോ വരുന്നുണ്ട്. ബെബ്കോന്റെ പൈസ ഇങ്ങോട്ട് വരാൻ ലോട്ടറി ഏറ്റവും വലിയ വരുമാനമാണ്. അതിന്റെ പൈസ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് റേഷൻ തരുന്നത്. അല്ലാണ്ട് 1 കിലോ അരി 2 രൂപയ്ക്ക് തരാൻ സർക്കാരിന്റെ അത്ര പൈസ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിഷയം, ഫിഫ്റ്റീന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു വിഷയം, ഞാൻ എന്റെ കയ്യിൽ ഹറാമായ പൈസ വരുന്നുണ്ട്, ആ പൈസ ഞാൻ ആർക്കെന്നെ കൊടുക്കുകയാണ്, ഹറാം ചെയ്യുന്ന ഹറാമിലൂടെ പൈസ ഉണ്ടാക്കുന്ന അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുമോ എന്ന വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഹറാം നമ്മൾ ബാങ്കിന്റെ പലിശ എന്ത് പറയാറുണ്ട്, ബാങ്കിന്റെ പലിശയെ കുറിച്ച് എന്ത് പറയാറുണ്ട്, അത് പൊതുമസലത്തിന് കൊടുത്താൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ശരിക്കും ആ പലിശ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ, ബോധപൂർവം അല്ലാതെ വരുന്ന അറിയാതെ പലിശയുടെ കയ്യിലൊന്ന് പെട്ടാലാണ് ആ മസല. അല്ലാതെ എന്തല്ല, ഓൻക്കറിയാം ബാങ്കിലത്തെ ഇൻട്രസ്റ്റ് വരുന്ന അറിയാം. ചെറുശേരിസ്ഥാൻ ഇൻട്രസ്റ്റ് എന്നാൽ എന്റെ പൈസ സൂക്ഷിക്കുന്നതിന് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട, അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയെന്നാണ് ഞാനൊരു വായിച്ചതോ കേട്ടതായിട്ട് എന്റെ ഓർമ്മ. ചെറുശേരിസ്ഥാൻ അക്കൗണ്ട് അങ്ങനെയായിരുന്നു എന്നാണ്. അങ്ങോട്ട് പൈസ കൊടുക്കുക, എന്റെ പൈസ സൂക്ഷിക്കാൻ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആ പൈസ സൂക്ഷിക്കാം. പക്ഷെ പലിശയുടെ പൈസ ഉദാഹരണത്തിന് നമുക്ക് അറിയില്ല, ഉദാഹരണം എനിക്ക് അക്കൗണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ അക്കൗണ്ടിലെ പൈസ ഞാൻ പൈസ ഇട്ടു, പെട്ടെന്ന് ഒരു സുപ്രാത്തിന്റെ അക്കൗണ്ട് 20,000 25,000 വരുന്നത്. അപ്പൊ അതെന്തല്ല, ആ 5,000 വരുന്നത് എനിക്ക് അറിയാതെ ചെയ്താണെങ്കിൽ ആ പൈസയെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്, അത് നമ്മൾ ഈ പൊതുമസലത്തിനോ മറ്റൊക്കെ കൊടുക്കാറുള്ളത്. അതല്ലാതെ പലിശ ഇട്ടാ പലിശ വരുന്ന അറിയും ചെയ്യും, എന്നാ അത് വരുമ്പോ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരു മസല അതൊരു ഈലത്താണ്. അത് നല്ല രീതിയല്ല. പക്ഷെ തുടങ്ങിയ സമയത്ത് എന്താ ചെയ്യാ, ഇന്നൊക്കെ എന്ത് ചായ്സാന്നൊരു മസാല വെച്ചിട്ടാണ് ചെയ്യാനാണ്. അത് സൂക്ഷ്മതയുടെ ഭാവത്തിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാവമൊന്നും ചെയ്യാതിരിക്കാനല്ല. പക്ഷെ നമ്മളെ സാഹചര്യം, ഉദാഹരണം നമ്മളൊരു മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ വന്നാൽ ലക്ഷക്കണക്കിന് രൂപയാണ് പോവുക. ഒരു ബൈപ്പാസ് സർജറി ഒക്കെ വന്നാൽ ഇൻഷുറൻസ് വെച്ച് പഠിക്കുമ്പോൾ അതൊക്കെ പഠിച്ചു കിട്ടാം. പക്ഷെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തൊയ്യുണ്ടാവില്ല എന്ന് മാത്രം. അതിൽ ഒരു ബൈപ്പാസ് സർജറിക്ക് എത്ര 5 ലക്ഷം 6 ലക്ഷം ഒക്കെയാണ് അല്ലേ? ആണോ? അത് നമ്മൾ നോക്കട്ടെ, എടുക്കാതിരിക്കാനായിട്ട് നല്ല. കാരണം പിന്നീട് നമുക്ക് അതൊരു ത്വരയായി മാറും. എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വിചാരിക്കും, പക്ഷെ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് വെച്ചാൽ നമ്മളൊരു കാര്യത്തെ കുറിച്ച് തന്നെത്താൻ എന്ത് നിനക്ക് തോന്നുന്നു താനെന്ത് തോന്നും എന്നൊക്കെ പറഞ്ഞ പോലെ
എന്താവും നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് അടിമകളാവും, നമുക്ക് എങ്ങനെയെങ്കിലും ആ പരീക്ഷ വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പോയി വീടാതിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഇന്ത്യൻ മാർക്കറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ഏത് സുപ്രഭാതത്തിലാണ് ചന്ദ്രികയിൽ വന്നിരുന്നു 2050 പത്രത്തിന്റെ പരസ്യം അത് കണ്ടിരുന്നു. ഞാനത് ശരിക്കാണോ, ഞാൻ 2050 കണ്ടില്ല. നോക്കിയപ്പോ മോഡി, പ്രധാനമന്ത്രി മോഡി ഡിജിറ്റൽ കറൻസി പ്രഖ്യാപിച്ചു, ഇനിമേൽ മറ്റേ കറൻസി ഇല്ല. ഞാൻ പഠിച്ചു, ഞാൻ പെട്ടെന്ന് അങ്ങനെ ആയ വിചാരിച്ചു. പിന്നെയാണ് നോക്കിയത്, പിന്നെ അപ്പുറത്തെ കണ്ട് അക്വേറിയം പോലെ വീട്, കടലിന്റെ ഉള്ളിൽ വീട് കെട്ടിയിട്ട്, കടലിന്റെ ഉള്ളിൽ വീട് ഗ്ലാസ് കൊണ്ട് അക്വേറിയം പോലെ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ താമസം. അപ്പൊ പിന്നെ എന്തോ തോന്നി, എത്ര നോക്കുന്ന ഏതോ ഒരു സ്റ്റുഡൻസ് എന്താണ് അവരവരുടെ ഭാവി പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതിയ പത്രമാണ്. അങ്ങനെ വരും, ഡിജിറ്റൽ കറൻസി വരും, നമ്മളെ അക്കൗണ്ടൊക്കെ അങ്ങനെ ആവും, ചാരിറ്റി അങ്ങനത്തെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ലോകം മാറുമ്പോ നമുക്ക് സ്വസ്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു ആഗ്രഹം എന്ന് പറയാം, നമ്മളൊക്കെ വേണ്ട ശമ്പളം വാങ്ങാതെ സേവനം ചെയ്യാതെ സൗകര്യം ഉണ്ടാവുക, അങ്ങനെ വിഷയം ഉണ്ടല്ലോ. ഇപ്പൊ കാളികാവിലെ നമ്മുടെ അയ്യൂബ് അവരൊക്കെ തന്നെ ശമ്പളം വാങ്ങുന്നില്ല അവർ, പക്ഷെ അവർക്ക് ലക്ഷങ്ങളും 10,000 ശമ്പളം കിട്ടുന്നുണ്ട്. അഥവാ ഡൽഹി കോൺസുലേറ്റിൽ വാർത്ത കൊടുക്കാൻ എപ്പോഴും പോയാൽ മതി, അത് അവരുടെ കഴിവാണ് വാർത്ത കൊടുക്കാൻ. എന്തൊരു ഇത് അങ്ങനെ കുറെ ജോലി അന്വേഷിച്ചാൽ കിട്ടും. നമ്മളവിടെ ഇവിടെ ഉള്ളൊരു വാപ്പി ഉണ്ടായിരുന്നു, ഇവിടെ പഠിച്ച വാപ്പിയാണ് നമ്മുടെ കേരളത്തിലെ ജലീൽ വാപ്പി, ഷംസുലത്തിന്റെ നാട്ടെ. മൂപ്പര പണി എന്താ പറയുക, മൂപ്പര പണി എന്താ പറയുക, മൂപ്പര കൂടുതൽ ലൈവായി കാണിച്ചതായിരുന്നു. അപ്പൊ അതായത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യത കേട്ടോ. നമുക്ക് അതോ പണ്ടതേക്കാൾ സ്മാർട്ട് വർക്കിനേക്കാൾ ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കാണ് കൂടുതൽ പ്രാധാന്യം. ഉദാഹരണം മൂപ്പര പണി മൂപ്പരി കാണിച്ചെന്ന് വെച്ചാല് വർക്ക് ഫ്രം ഹോം ആയിരുന്നുണ്ട് കുറച്ചാലോ. അമേരിക്കയിലെ ഒരു കമ്പനിക്ക് എന്ത് വേണം, ദുബായിലെ ഒരു കമ്പനിയുടെ ഡാറ്റ കംപ്ലീറ്റ് വേണം. ഈ സ്റ്റോക്ക് മാർക്കറ്റ് വിഷയത്തിൽ പറഞ്ഞ ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ ബൈ ഫ്യൂച്ചർ വരാൻ പോകുന്ന അവരുടെ പ്ലാനൊക്കെ പഠിക്കണം. ഉദാഹരണം കിറ്റക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ, കിറ്റക്സിനെ കുറിച്ച് വെച്ചാൽ എന്താ പറയുക, തുണി, പിന്നെ കിറ്റക്സിനെ പറയണോ, കിറ്റക്സിനെ എന്താ പറയാ, എറണാകുളത്ത് 2020 ഉണ്ടാക്കിയ ടീമാണ് അവര്. പക്ഷെ ഓരോ വ്യാപാരം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതല്ല, ഒരു പലതും ചെയ്യുന്നുണ്ട്. വീഗേഡ്, അതിന് പുറമെ മെഷീനറീസ്, നമ്മൾ അറിയാത്ത പല ബ്രാൻഡിൽ പല പേരിൽ വരികയാണ്. ഞാൻ പറഞ്ഞ ഒന്നിന് നിൽക്കുന്നില്ല, എവിടെ പോയിന്റ് ട്രാക്കായി എവിടെ പോകുന്നത്. അവരുടെ പ്ലാൻ, ഫ്യൂച്ചർ പ്ലാനുകൾ പഠിക്കണം. അപ്പൊ മുമ്പ് ചോദിച്ചാല് അമേരിക്കത്തെ ഒരു കമ്പനിക്ക് ദുബായിലെ കമ്പനിയുടെ ഡാറ്റ വേണം. ദുബായിലെ കമ്പനിയുടെ സൈറ്റ് അറബിയിലായിരിക്കും. അപ്പൊ സൈറ്റ് കയറുക, അവരുടെ ഡാറ്റകൾ മുഴുവൻ എടുക്കുക, PDF മുഴുവൻ എടുക്കുക, അത് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ PDF നേരെ ആർക്ക് കൊടുക്കുക, അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കുക. അതേപോലെ ഇങ്ങോട്ടും ആവശ്യം ഉണ്ടാവും. അമേരിക്കയിൽ ഒരു കമ്പനി, ദുബായിലെ ഒരു കമ്പനി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അവരുടെ സൈറ്റ് ഉപയോഗിക്കും. സൈറ്റ് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും, അവർക്ക് അറബിയിലായിരിക്കും വേണ്ടി വരിക. അത് നേരെ എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക, ഡാറ്റ എടുക്കുക. കുറച്ച് PDF ഉണ്ടാവും, അതിന് ആപ്പുകളും അതിന് വേണ്ട പൈസ പ്രീമിയം ആപ്പുകളൊക്കെ ഉണ്ട്, അത് ഇടുക, നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അറബിയാക്കി ഇങ്ങോട്ട് കൊടുക്കുക. അതാണ് മൂപ്പര് പണി. ഒരു ദിവസം ഒരു 10-15 കമ്പനികൾ ചെയ്യും, അത്ര മൂപ്പര് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ സ്മാർട്ട് ഉണ്ട്. അപ്പൊ യൂസാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ്. മൂപ്പർക്ക് ആഴ്ചയിൽ ഒരു വാർത്ത കൊടുത്താൽ മതി, ഇന്ത്യയിലെ ഒരു വാർത്ത ആ പത്രത്തിന് അറബിയിൽ കൊടുത്താൽ മതി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ ലുക്മാനുണ്ടാവും പണി മൂപ്പർക്ക് ഇതുണ്ട്. പിന്നെ മങ്ങാലി വാഫി മൂപ്പര് പണി ഇതേപോലെ എന്താണ്, റാബിന്റെ ലേഖനം അന്ന് എഴുതിയ 15,000 രൂപയായിരുന്നു. മുബശ്ശിർ സാർ 3ാം ക്ലാസ്സിൽ എഴുതി വന്നില്ല, അന്ന് 10,000 രൂപ കിട്ടിയിരുന്നു. ലേഖനങ്ങൾക്ക് പൈസ ഒരുപാട് വഴികളുണ്ട്, അത് വേറെ വിഷയമാണ്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒന്ന് നമ്മളെ നീയത്ത് നന്നാക്കുക. അഥവാ എല്ലാവരുടെ ആഗ്രഹം പോലെ ശമ്പളം വാങ്ങാതെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാനൊരു അവസരം കിട്ടുക എന്നുള്ളതാണ്. അത് സ്വസ്ഥമായിട്ടില്ല, ഒരു കമ്മിറ്റിയെ പഠിക്കണം, മറ്റേ കമ്മിറ്റിയെ പഠിക്കണം. നമ്മുടെ ആശയം പറയാൻ പറ്റൂല, ആദർശം പറയാൻ പറ്റൂല, ആമാശയം പഠിക്കണം. അല്ലേ, നീ ആമാശയം കിട്ടൂലേ? ആ ഒരു പേടി ഇല്ലാതെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ എക്സ്ട്രീം ലെവലാണ് തവക്കുൽ. അത് ചെയ്തിട്ട് ആരും പഠിക്കണം. അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേറെ ഒന്നും ഇല്ല, അല്ലേ? എബനാദം അറിയിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അള്ള പറഞ്ഞായിട്ട് തീർച്ചയായും പറഞ്ഞ വിഷയം. അപ്പൊ പിന്നെ പേടിക്കാനില്ല. പിന്നെ നമ്മളെല്ലാവരും സൂഫിയാവുന്നവരില്ല, എല്ലാ പൂർവ്വനും കഴിയുമ്പോൾ ഒരു കാലത്ത് ഈ അടുത്ത കാലം വളരെ മോശമായ കാലമായിരിക്കുന്നതാണ്. ഇനി നമ്മളെല്ലാം മോശപ്പെട്ടവരാണ് വരാൻ പോണത്, അല്ലേ? ഇപ്പൊ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോണത് നിങ്ങളെ താഴെ നിങ്ങളെക്കാൾ ഒരു 4-5 വയസ്സ് വ്യത്യാസമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ തരണം മാറും, മനസ്സിലായി? അപ്പൊ നമ്മളെല്ലാം മോശപ്പെട്ട ആളുകൾ വരാനൊരു കാലഘട്ടം ഉണ്ട്, അത് കാക്കട്ടെ. തവക്കുലാക്കാം. ഇത് ചെയ്യണമെങ്കിൽ
പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. നമ്മുടെ ലക്ഷ്യമാവേണ്ടത് ദീനിന് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യണം, അതിന് പൈസ തടസ്സമാകരുത്. ആ നിയ്യത്ത് നന്നാക്കുക. നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് നമ്മൾ തൊള്ളോട്ട് പറയാൻ സിമ്പിളാണ്, പക്ഷെ മനസ്സുകൊണ്ട് നന്നാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രാക്ടിക്കൽ വശം നിങ്ങൾ ഒരു ആരായിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അത് നോക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ചോദിക്കാം, നമുക്ക് ചോദിക്കാം. അതിനെ പ്രാക്ടിക്കൽ വാങ്ങിയോട് പറഞ്ഞാൽ മതി. ഇതിന്റെ ബാങ്കിന്റെ ആള് സംശയങ്ങളുണ്ട്, എന്ത് ചോദിക്കാം, ഇത് ശരിയാവോ ശരിയാവില്ല. പ്രാക്ടിക്കൽ വേണമെന്നുണ്ടോ? അത് വേണ്ട, പിന്നെ കുഴപ്പമില്ല. ചെയ്യുന്ന ആൾക്കാരൊക്കെ സംശയം ഉണ്ടാവും. ഒരു സംശയം ഇങ്ങനെ കുഴപ്പമില്ല. ഒന്നെനിക്ക് ഫുള്ള് മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. രണ്ടാം തോന്നുന്നു അതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ നിങ്ങൾ ഭാഷയിൽ മനസ്സിലാക്കുക. കാരണം വെച്ചാൽ പ്രാക്ടിക്കൽ ചെയ്താലാണ് സാധനം തിരിയുള്ളൂ. അത് ഷെയർ ആണെങ്കിലും മ്യൂച്വൽ ആണെങ്കിലും ഗോൾഡ് ഉണ്ട്. ഗോൾഡ് അപ്പൊ അങ്ങനെ പറയാം. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ ലോൺ ഒക്കെ ശരിക്കും നല്ല മൈൻഡുള്ളത് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ മ്യൂച്വൽ ഫണ്ട് ലോൺ ഒരു സാധനം പുതിയ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടാൽ നമുക്ക് ആകെ നിൽക്കും. അങ്ങനെയുള്ള പൈസ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാവാം. അതിന്റെ സംശയമില്ലാതെ മനസ്സിലാക്കാം. സമയം പോകും, പൈസയും പോകും. അത് ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാത്തത്. അങ്ങനെ പ്രാക്ടിക്കൽ നടത്താൻ പിന്നെ കഴിഞ്ഞു, വേറെ വിഷയം കഴിയില്ല. നിങ്ങൾ എന്താണ് സംഖ്യ പൈസ മാറ്റി വെക്കാൻ ശീലിക്കണം. അതാണ് ഇപ്പൊ അതിന് കാര്യമായിട്ട്. പൈസ സേവിങ്സ് ഇല്ലാതെ പോയാല് നമ്മൾ പെട്ടെന്ന് ഒരു കേസ് വന്നാൽ കുടുങ്ങും. പെട്ടെന്ന് ഒരു എന്തെങ്കിലും കേസ് വന്നാൽ കുടുങ്ങും. ഉദാഹരണത്തിന് എമർജൻസി വേറെ, അത് കൂടുതൽ ആലോചിച്ച ഭയങ്കര ടെൻഷനാണ്. തിരിഞ്ഞോ ആലോചിച്ചാൽ തന്നെ ടെൻഷനാണ്. എപ്പോഴും ഡെലിവറിക്ക് പോകുമ്പോൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്കാകെ വേറെ ടെൻഷനാണ്. ഇത് വെച്ചാല് ഓപ്പറേഷൻ ആയ 1 ലക്ഷത്തിന്റെ അടുത്താവും. അല്ലെങ്കിൽ ആകെ 10-30,000 രൂപ കുറച്ചും കാണിച്ചത് അവരാണ്. നോർമൽ ഡെലിവറി ആയി. സാധാരണ ഒരു കുട്ടി 3 കിലോന്റെ അപ്പുറത്തുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി അസാധ്യം എന്നാണ് പറയുന്നത്. 3 കിലോ നിങ്ങളത് പഠിച്ചിരിക്കണം. അതിനെ കുറിച്ച് എനിക്ക് ഹോം സയൻസ് ഒന്നും ഇല്ലേ. 3 കിലോന് മേലെ ഒരു കുട്ടിക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമാവില്ല എന്നൊക്കെ പറയും. ടോപ്പിക്ക് മാറും, സമയം ശരിയാണ്. അപ്പൊ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻ വരും. അല്ലെങ്കിൽ ഉദാഹരണം നമ്മൾ വിചാരിക്കാതെ വല്ല പെട്ടെന്നായിരിക്കും. ഇപ്പൊ നമ്മള് പാവച്ചല്ലിക്കാരൻ മാൻ്റെ പറഞ്ഞില്ല, അത് അവർക്കൊരു കാര്യങ്ങൾ നമ്മുടെ സ്ഥാനത്ത് കാര്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് വരുന്ന കേസുകളാണ്. ഭയങ്കര മെഡിക്കൽ കേസ് ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് എയിംസ് തന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട് നമുക്ക് എയിംസ് തരുന്നില്ല? നമ്മളവിടെ രോഗികൾ കുറവായിട്ടാ. രോഗികൾ ഏറ്റവും കൂടുതൽ കേരളത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എയിംസ് തരുന്നത് വെച്ചാൽ അവിടെ പോയാൽ കൊടുക്കേണ്ട പൈസ ഇവിടെ വരുന്നത് കുറയും. വളരെ രാഷ്ട്രീയം എന്താ ഇൻഷാല്ലാഹ് ശ്രദ്ധിക്കാം, പഠിക്കാം. പ്രഥമമായിട്ടുള്ള നിയത്ത് ഇസ്ലാമിന്റെ സേവനം തന്നെ ആവട്ടോ. ഇങ്ങനെ ഒരു എക്കണോമിക്കലി ഗ്ലോബലി പറയുന്ന സാധനങ്ങൾ നമുക്ക് ഇൻഷാല്ലാഹ് നാളെ തോൽപ്പിക്കട്ടെ. എന്തായാലും നമുക്ക് വളരെ നല്ല രീതിയിൽ ക്ലാസ് ഡിസ്കഷൻ രീതിയിൽ അവതരിപ്പിച്ച് ഒരു ഫോമിലായിട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാഷ്വലായിട്ട് ടോപ്പിക് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പിന്നെ അതിൻ്റെ നിയമവശങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ നമ്മുടെ സംഘടനയെത്തിയ അൽത്താഫ്സാദി, പിന്നെ സിനാനങ്ങൾ, അതുപോലെ ഇരുവാമ്പേഴ്സ പോക്കാട്ടെ, പിന്നെ സദസ്സുമില്ല എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നുണ്ട്. ഈ പരിപാടി മുൻസരാതോടുകൂടി